നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനും അതല്ല കനകധാര മെഡിറ്റേഷനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴത്തെ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. എല്ലാ വീഡിയോയിലും ഇത് പറയുവാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് പറയാത്തത്. പലരും മെസ്സേജ് അയക്കാറുണ്ട് വാട്സപ്പിൽ, ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം ഈ ഒരു കോഴ്സസ് ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും വീഡിയോസിനകത്ത് പറയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സാരി ബിസിനസ്സും അതേപോലെ തന്നെ ജ്വല്ലറി ബിസിനസ്സും ഓൾറെഡി ഉള്ളതാണ്. നമ്മളുടെ മിക്കവാറുമുള്ള അതല്ല നമ്മളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പ്രായമുള്ളവരും അവർ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാത്തവരായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിനകത്ത് പ്രോഡക്റ്റിൻ്റെ ഇമേജസ് ഒക്കെ കാണിക്കുന്നത്. താല്പര്യമുള്ളവർ താഴത്തെ നമ്പറിനകത്ത് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി വീട്ടിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. വരാഹി അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ആഗ്രഹ സഫലീകരണത്തിനായിട്ട് 8 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മാല സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശമനം വരുന്നതായിരിക്കും. ഇതിനായിട്ട് നമുക്ക് ഓരോ ദിവസവും 8 ഉണങ്ങിയ മഞ്ഞളാണ് വേണ്ടുന്നത്. ഉണങ്ങിയ മഞ്ഞൾ നിങ്ങൾക്കറിയാം, മഞ്ഞൾ നിറ നാട് ചെയ്യട്ടെ. ഈ മഞ്ഞൾ മാല നമ്മൾ ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പം നമ്മൾക്ക് ധരിക്കുവാൻ ഇത്രയും വലിയ മഞ്ഞൾ കൊണ്ടുള്ള മാല പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയ മണികളാക്കിയിട്ടുള്ള മഞ്ഞളിൻ്റെ മാല. ഈ ഒരു കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. പൂർണ്ണചന്ദ്രനുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് മുറിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. സ്ത്രീകളാണ് കൂടുതലും നമ്മളുടെ ചാനലിൻ്റെ പ്രേക്ഷകർ എന്നറിയാം. അപ്പോൾ പീരീഡ്സിൻ്റെയൊക്കെ ദിവസം കഴിഞ്ഞ് 8 ദിവസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി വരുന്ന സമ്പത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചിലവാകുന്നവരാണ് കൂടുതലും. ആ ഒരു പ്രശ്നത്തിനുമൊക്കെ തന്നെ നല്ലൊരു മാർഗമാണിത്. അപ്പോൾ നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം ഈ ഒരു കർമ്മം ചെയ്യുക. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.